ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു വെച്ചിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 7ന്റെ ഓഡീഷൻ ഇതാ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജനുവരി മാസം ആദ്യവാരത്തോടുകൂടി തന്നെ ബിഗ് ബോസ് സീസൺ 7ന്റെ ഓഡീഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് വലിയൊരു സെലക്ഷൻ പ്രൊസീജിയറാണ് ബിഗ് ബോസിലേക്ക് എത്താനായിട്ട് ഓരോ കണ്ടസ്റ്റൻസിനും കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം അവർ തീർച്ചയായിട്ടും എടുക്കും. ആദ്യം തന്നെ ബിഗ് ബോസ് എല്ലാത്തിനെ പറ്റിയും ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എടുത്തിട്ടുണ്ടാവും. ആ പ്രയോറിറ്റി ലിസ്റ്റിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളിൽ നിന്നും കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഓഡീഷൻ കോൾ പോവുകയും പിന്നീട് നേരിട്ടുള്ള ഇന്റർവ്യൂ വഴി അവർ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് വെക്കും. വീണ്ടും ആ ഒരു ഇന്റർവ്യൂ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു കണ്ടസ്റ്റന്റിന്റെ ടാലന്റ് ഒക്കെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കണ്ട് അതിലൂടെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് 6 കൊല്ലങ്ങളായിട്ട് ബിഗ് ബോസ് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു സെലക്ഷൻ പാറ്റേൺ. തീർച്ചയായിട്ടും 1000-ലധികം താരങ്ങൾക്ക് ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ട് അതിൽ നിന്നാണ് ഓരോ മേഖലകളിൽ നിന്നും ഈ പറയുന്ന 20 കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയറാണ് ബിഗ് ബോസിൻ്റെത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം വേണ്ടി വരും. ഇതിപ്പോ ജനുവരി മാസം എന്ന് പറയുന്നത് നല്ല ഡിലേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീസണിന്റെ ഗ്രാൻഡ് ലോഞ്ചും ഈ പറയുന്ന പോലെ ഫെബ്രുവരി ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ മാർച്ച് ആദ്യവാരമോ ഒന്നും ഇപ്പൊ ഈ കഴിഞ്ഞ 6 സീസണുകളിൽ വന്നതുപോലെ വരാനായിട്ടുള്ള സാധ്യതയില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോ ബിഗ് ബോസ് സീസൺ 7ന്റെ ഒരു ഗ്രാൻഡ് ലോഞ്ച് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഒരു മാർച്ച് മാസം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഏപ്രിൽ പകുതിയോടനുബന്ധിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഈ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയറിന് അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന സീസൺ വരുന്ന സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഏറ്റവും അധികം പങ്കെടുക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേരുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതെല്ലാവരും ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ്. കാരണം ഇതിന് മുന്നുള്ള പ്രീവിയസ് സീസണുകളിൽ ഓഡീഷൻ കോൾ പോയവരും അതുപോലെ തന്നെ മുന്നുള്ള സീസണുകളുടെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റാതെ പുറത്തായവരുമാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാവരെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലിസ്റ്റ് നമുക്ക് ആദ്യം പരിശോധിക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ഫിലിം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഷാലു പയ്യാട്. അടുത്തതായി പറയുന്നത് ഏഷ്യാനെറ്റ് സീരിയൽ ഫെയിം ആയിട്ടുള്ള ഗായത്രി അരുൺ. അടുത്തതായി പറയുന്നത് ശ്രീലക്ഷ്മി അറക്കൽ, ഫെമിനിസ്റ്റും ടീച്ചറുമാണ്. അടുത്തതായി പറയുന്നത് ഐ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ സന്ദീപ്. അടുത്തതായി പറയുന്നത് ഫിലിം ആക്ട്രസ് ആയിട്ടുള്ള സ്വാസിക. അടുത്തതായി അൽത്താഫ് വ്ലോഗ്സിന്റെ അഡ്മിൻ ആയിട്ടുള്ള അൽത്താഫ്. അടുത്തതായി പറയുന്നത് പ്രണവ് കൊച്ചു. അടുത്തതായി പറയുന്നത് ദിയ കൃഷ്ണ. അടുത്തതായി റോഹൻ ലോണ, ഇന്റർവ്യൂ താരമാണ്. അടുത്തതായി പറയുന്നത് അമ്പിളി ദേവ്. അടുത്തതായി പറയുന്നത് ദിൽസിൽ എം ഇക്ബാൽ, ഒരു ജിം ട്രെയിനറാണ്. അടുത്തതായി പറയുന്നത് കന്യ ഭാരതി, ഏഷ്യാനെറ്റ് സീരിയൽ ഫെയിം ആണ്. അടുത്തതായി ജസീൽ ജാസി, LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വരുന്നു. അടുത്തതായി പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള അമയ പ്രസാദ്. അടുത്തതായി പറയുന്നത് അച്ചു സുഗന്ധ്, ഏഷ്യാനെറ്റ് സീരിയൽ ഫെയിം ആണ്. അടുത്തതായി പറയുന്നത് സജിൻ, ഏഷ്യാനെറ്റിലെ സ്വാന്തനം സീരിയൽ ഫെയിം ആണ്. അടുത്തതായി പറയുന്നത് RJ ആയിട്ടുള്ള അഞ്ജലി. അടുത്തതായി പറയുന്നത് യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള തൊപ്പി. അടുത്തതായി പറയുന്നത് സോഷ്യൽ മീഡിയ താരവും കളരി ട്രെയിനറുമായിട്ടുള്ള ആതിര. അടുത്തതായി പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അരുൺ നായർ. അടുത്തതായി പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡൽ കോച്ചുമായിട്ടുള്ള അതുൽ സുരേഷ്. അടുത്തതായി സോഷ്യൽ മീഡിയ താരം ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ രോഹിത്. അടുത്തതായി പറയുന്നത് സൗവർണിക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അടുത്തതായി സീരിയൽ താരമായിട്ടുള്ള ജീവൻ ഗോപാൽ. അടുത്തതായി പറയുന്നത് ബിഗ് ബോസ് സീസൺ 1 താരം ബഷീർ ബക്ഷിയുടെ ആദ്യ ഭാര്യ സുഹാന ബഷീർ. അടുത്തതായി പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആങ്കറുമായിട്ടുള്ള ജീവൻ ജോസഫ്. അടുത്തതായി പറയുന്നത് ഒരു എക്കോ ഫാം ഓൺട്രപ്രണർ ആയിട്ടുള്ള ആകാശ് അഖിലേഷ്. അടുത്തതായി പറയുന്നത് ജാനകി ഒമൻകുമാർ, ഒരു ഇൻഫ്ലുവൻസർ ആണ്. അടുത്തതായി പറയുന്നത് സീരിയൽ താരമായിട്ടുള്ള അവന്തിക മോഹൻ. അടുത്തതായി പറയുന്നത് സെലിബ്രിറ്റി ക്രിക്കറ്റ് താരവും അതുപോലെ തന്നെ ഒരു സിനിമ ആക്ടറുമായിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. അടുത്തതായി പറയുന്നത് കോമഡി താരം മായ കൃഷ്ണൻ. അവസാനമായി പറയുന്നത് സരിത ബാലകൃഷ്ണൻ, ഏഷ്യാനെറ്റ് സീരിയൽ താരവും കോമഡി താരവുമാണ്. അങ്ങനെ ഏകദേശം 33 പേരുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും ഇതിനു മുന്നുള്ള സീസണുകളിലുള്ള ഓഡീഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തവരുമാണ്. അതുപോലെ തന്നെ ഈ ഒരു വർഷം 2024 ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ചലനമുണ്ടാക്കിയിട്ടുള്ള വ്യക്തികളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെയൊക്കെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നവരെ തീർച്ചയായിട്ടും ബിഗ് ബോസ് അപ്രോച്ച് ചെയ്യും. കാരണം ആ ഒരു വർഷം തുടങ്ങാൻ പോകുന്ന ബിഗ് ബോസിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പറ്റുന്ന വ്യക്തികളാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കോൺട്രവേഴ്സിയൊക്കെ
ഉണ്ടാക്കിയവർ. അതുപോലെ തന്നെ സീരിയൽ ആക്ടേഴ്സും ഈ പറയുന്ന ആ സമയം ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റെടുത്ത സിനിമകളിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന വ്യക്തികളെയും ഈ ഒരു സീസണിന്റെ ഭാഗമാക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഇവരെല്ലാവരും. ഇവർക്ക് പലർക്കും ഇതിനോടകം തന്നെ ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോയതായിട്ടും അറിയാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തുന്ന തീം എന്ന് പറയുന്നത് തന്നെ ഹെവൻ ആൻഡ് ഹെൽ എന്നുള്ളതാണ്. അപ്പോൾ ഹെവൻ ഒരു റൂമും ഹെല്ലായിട്ട് ഒരു റൂമും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിനെപ്പറ്റിയുള്ള പുതുപുത്തൻ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓഡീഷൻ കോളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിനെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് ആരംഭിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്